വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. നിലവുക്ക് എന്മേൽ എന്നടി കോപം തമിഴ് സിനിമ കണ്ടു. പവിഷ് നാരായണനാണ് ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതേപോലെ സഹനടനായിട്ട് മാത്യു തോമസ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയുടെ കഥ അതുപോലെ ഡയറക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത് നടൻ ധനുഷാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ധനുഷ് എഴുതിയിരിക്കുന്ന ഈ കഥ അങ്ങോട്ട് ഒത്തില്ല. ധനുഷ് ഇതിനു മുമ്പ് രായൻ സിനിമ എടുത്തിരുന്നത് വൻ വിജയമായിരുന്നു. ഡയറക്ഷൻ ആകട്ടെ, അഭിനയം ആകട്ടെ, എല്ലാം കൊണ്ട് ആ സിനിമ ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു, നന്നായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ കഥ അങ്ങോട്ട് ശരിയായിട്ടില്ല. കാരണം ഇത് ശരിക്കും ലവ് സ്റ്റോറിയാണ് മാറ്ററായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ലവ് സ്റ്റോറിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു പവിത്രതയും ഇല്ല. എവിടെയും എത്താത്ത ക്ലൈമാക്സ്, അതുപോലത്തെ ഒരു സുഖമില്ലാത്ത ഈ സിനിമയത്തെ ലവ് സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പൊട്ടൻ കളി, കുട്ടിക്കളി, അത്രയേ ഉള്ളൂ. കഥ കൊണ്ട് ഈ സിനിമ പോരാ, എനിക്കിഷ്ടമായില്ല. പക്ഷേ അതേസമയം ഈ സിനിമയിൽ നല്ല കോമഡി ഉണ്ട്. മാത്യു തോമസ് സഹനടനായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മാത്യു തോമസിൻ്റെ പൊതുവെയുള്ള വേഷങ്ങളൊന്നും അത്ര പോരാ. കക്ഷി വിചാരിച്ചാൽ നല്ലൊരു ഹീറോ ആയിട്ട് വരാം. കക്ഷിക്ക് ശേഷം ഈ അടുത്ത് വന്നവരൊക്കെ ഹീറോ ആയി കഴിഞ്ഞു. കക്ഷി ഇപ്പോഴും അതേപോലെ ഒരു എട്ടയപ്പത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പോരാ. മാത്യു തോമസിനൊക്കെ നല്ലൊരു ഹീറോ ആയി വരാം. കുറച്ച് റിസ്ക്കൊക്കെ എടുത്ത് നല്ല കഥയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീറോ ആയി വരാം. പക്ഷേ എന്നാലും ഈ സിനിമയിൽ കോമഡി നല്ല നിലവാരമുണ്ട്. ഈ സിനിമയിൽ ആദ്യമൊക്കെ സിനിമയുടെ തുടക്കത്തിലൊക്കെ വരുന്ന കോമഡി മാത്യു തോമസിൻ്റെ എനിക്ക് വലിയ ചിരിയൊന്നും വന്നില്ല. പക്ഷേ പോകുമ്പോൾ സിനിമയ്ക്ക് ഒത്ത വിധമുള്ള നല്ല കോമഡി ഉണ്ട്. ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ അവസാനം പോലും പോയി നിൽക്കുന്നത് മാത്യു തോമസിൻ്റെ ഒരു കോമഡി ഡയലോഗിലാണ്. അത് പകുതി പറയുമ്പോഴേക്കും തന്നെ ഞാൻ ചിരിച്ചു. ഇനിയും പിന്നാടിയിലിരുന്ന് ആറാவது വന്നിരുവാങ്ക നമുക്ക് ഓടിയില്ല പറഞ്ഞിട്ട് എല്ലാം കൂടി ഓടുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഈ സിനിമയിൽ പിന്നാടിയും മുന്നാടിയും ഒക്കെ കുറേ കഥാപാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഈ കഥയ്ക്കനുസരിച്ച് ഒരു നിലവാരമില്ലാത്ത കഥാപാത്രങ്ങളാണ്. അതായത് അവർ അഭിനയിച്ചിരിക്കുന്നതല്ല പറയുന്നത്, അഭിനയമൊക്കെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കഥയിലെ ആ കഥാപാത്രങ്ങൾ ഒരു നിലവാരം പോരാ. കാരണം ഇതിലെ നായകൻ ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നായകൻ്റെ കാര്യം പറയാം. ഈ സിനിമയുടെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്ക് നായകൻ ചെയ്യുന്ന ആ ലവ് സ്റ്റോറിയിലുള്ള കാര്യം ഒരു നല്ല ഹൈലൈറ്റ് തന്നെയാണ്, നന്നായിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് സൂപ്പറായി. പക്ഷേ അത് സൂപ്പറായി, ഇനി അതിൽ നിന്ന് നായകൻ അതേ ലെവലിൽ മുന്നോട്ട് നിലവാരത്തിൽ പോകുന്നു കരുതിയാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ നായകന് ഒരു ലവ് സ്റ്റോറിയാണ് പറഞ്ഞിട്ട് വരുന്ന പെണ്ണുങ്ങളൊക്കെ അവന് ഒരു ലവ് സ്റ്റോറി പോലെ ഒക്കെ ഒരു കിട്ടിയ ഏതൊക്കെ കിട്ടുന്നോ അതൊക്കെ സ്വീകരിക്കാം എന്ന പോലെ അവൻ പോകുന്നതായിട്ടാണ്. കാരണം ഒന്നിൽ കൂടുതൽ ഇതിൽ ഹീറോയിൻസ് ഉണ്ട്. അതിൽ അനിക സുരേന്ദ്രനാണ് പ്രധാന ഹീറോയിനായിട്ട് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ ആ റോള് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിൽ അങ്ങനെ പോകുന്നതിന് പകരം പിന്നെ കുറേ ഹീറോയിൻസ് വീണ്ടും വരിക, അത് അവറ്റകളോടൊക്കെ ഒരു ഇഷ്ടം തോന്നുക, അങ്ങനെ പോയിട്ട് എവിടെ എത്താത്ത ക്ലൈമാക്സിൽ ഈ സിനിമ എത്തുകയാണ്. ഇതിൽ ശരത് കുമാർ സാറിന് നല്ലൊരു റോള് കൊടുത്തിട്ടുണ്ട്. അങ്ങേര് വന്നിരിക്കുന്ന എല്ലാ ഭാഗത്തെയും ആ കഥ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗുകളൊക്കെ കറക്റ്റാണ്, ഈ സിനിമയ്ക്ക് സൂട്ടാണ്, നന്നായിട്ടുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായകൻ എടുക്കുന്ന ഒരു തീരുമാനം അത് ഓക്കെയാണ്. പിന്നെ ഇതിൽ പ്രിയ വാര്യർ വരുന്നുണ്ട് ഒരു ഹീറോയിനായിട്ട്. അവർ നായകനെ പറഞ്ഞു വിടുന്ന ഒരു കാര്യം മറ്റൊരു പെണ്ണും പറയില്ല. അതുപോലത്തെ ഒരു കാര്യമാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. കക്ഷി ഇതിനൊരു മീഡിയം ലെവലിലുള്ള മ്യൂസിക്കേ കൊടുത്തിട്ടുള്ളൂ. ഹൈ ലെവലിലുള്ള മ്യൂസിക് ഒന്നുമില്ല. കാരണം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അതിന് അനുസരിച്ച് മ്യൂസിക്കും വരുള്ളൂ. അതൊന്നുമില്ല. പക്ഷേ കഥ അങ്ങനെ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു മ്യൂസിക്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന നിലയ്ക്ക് ധനുഷ് ആക്ടേഴ്സിനെയൊക്കെ അഭിനയിപ്പിച്ചിരിക്കുന്നത്, എഡിറ്റിങ്, ആ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും കഥയുടെ കാര്യത്തിൽ ഡയറക്ഷൻ പുള്ളി പോരാ. കാരണം കഥ നന്നായാലല്ലേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഡയറക്ഷനിൽ മുഴുവനായി മികച്ച ഡയറക്ഷൻ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കഥ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു ആവറേജ് മൂവിയാണ്.
അതുകൊണ്ട് തന്നെ കോമഡിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ സിനിമ കാണാൻ കുറേ കോമഡി ഈ സിനിമയിലുണ്ട്. പിന്നെ മാത്യു തോമസിനും ഇതിലൊരു ലവ് ഉള്ളതായിട്ട് പിന്നീട് സിനിമയുടെ ഒരു പകുതിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അതാണെങ്കിലോ അത് നായകനേക്കാളും പരാണ്. ആരെയാണ് ഈ സിനിമയിൽ അവൻ ലവ് ചെയ്യുന്നത് സിനിമ കണ്ടവർക്കറിയാം. അത് അതിലും വലിയൊരു കോപ്രാട്ടി തരം, ഒരു തെമ്മാടി തരം എന്ന് പറയാം. അതേപോലെ ഒരു കല്യാണം കഴിക്കുമ്പോൾ അതിന് താലി കെട്ടുന്നത്, ആ താലിക്ക് ഒരു പ്രത്യേക പവിത്രതയുണ്ട്. ആ പവിത്രതയെ മൊത്തം ഒറ്റ ഡയലോഗിൽ തീർത്തിരിക്കുകയാണ്. താലി കെട്ടിക്കഴിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിൽ താലി കെട്ടിയതാരാണോ ആ ആൾ ശരി. ബാക്കി സിനിമ കണ്ട് മനസ്സിലാക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയങ്ങളൊക്കെ വളരെ സ്ട്രോങ് കാര്യങ്ങളാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അത് അവസാനം കോപ്രാട്ടി തരത്തിലായാലോ, അതാണ് ഈ സിനിമ.